ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് LGSന്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. കൂടാതെ നമ്മളിടുന്ന SCRT ബേസ്ഡ് ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നതിനെക്കുറിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 54 സമ്മേളനങ്ങളിൽ PSC എക്സാമിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും INCയുടെ വനിതാ പ്രസിഡന്റുമാരാരൊക്കെയാണ്, അതേപോലെ തന്നെ വിദേശീയരായിട്ടുള്ള INC പ്രസിഡന്റുകൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ 2022 മുതൽ 25 വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും PSC ചോദിച്ച മുഴുവൻ PYQവും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2025 PSC നടത്താനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബുക്കിനെ കുറിച്ചാണ്. ഈ ഒരു ബുക്ക് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INCയുടെ ഔദ്യോഗിക ചരിത്രകാരനായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അത് പട്ടാഭി സീതാരാമയ്യാണ്. പട്ടാഭി സീതാരാമയ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് INC എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INCയെ നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് എന്ന് വിശേഷിപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യ എന്നുള്ളത് ഓർക്കുക. പട്ടാഭി സീതാരാമയ്യ INCയുടെ ആരാണ്? ഔദ്യോഗിക ചരിത്രകാരനാണ്. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് INCയുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യാണ്. പട്ടാഭി സീതാരാമയ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാഭി സീതാരാമയ്യാണ്. നമുക്കറിയാം, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പോയിന്റ്സ് മക്കളെ നിങ്ങൾ ഉറപ്പായും പഠിച്ചു വയ്ക്കുക. അതായത് INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാഭി സീതാരാമയ്യാണ്. പട്ടാഭി സീതാരാമയ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം. അതേപോലെ തന്നെ ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത്. നമ്മുടെ 4ാമത്തെ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ 4 പോയിന്റ്സ് ആണ് പഠിച്ചത്. 4 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വേണമെങ്കിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് എഴുതിയ ബുക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതേപോലെ തന്നെ ആ ബുക്കിന് ആമുഖം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് പട്ടാഭി സീതാരാമയ്യ. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയിൽ WC ബാനർജി, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള WC ബാനർജി ഒരു പ്രസംഗം നടത്തി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മക്കളെ ഇത്: ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള WC ബാനർജി, അതായത്
ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ WC ബാനർജി പറഞ്ഞ വാക്കുകളാണ്: ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള WC ബാനർജി ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? എവോ ഹ്യൂമാണ്, അലൻ ഒക്ടോവിയൽ ഹ്യൂം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് INCയുടെ വനിതാ പ്രസിഡന്റുമാർ, അതായത് INCയുടെ വനിതാ പ്രസിഡന്റുമാർ പഠിച്ചിരിക്കാനുള്ള ഒരു സിമ്പിൾ കോഡാണ് അസിൻസ് എന്നോർത്താൽ മതി. അസിൻസ് എന്നോർത്ത് കഴിഞ്ഞാൽ INCയുടെ വനിതാ പ്രസിഡന്റുമാരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. A ഫോർ ആനി ബസന്റ്, അതേപോലെ S ഫോർ സരോജിനി നായിഡു, I ഫോർ ഇന്ദിരാഗാന്ധി, അതിൻ്റെ കൂടെ എന്താണ് ASIN, അതായത് N ഫോർ നെല്ലിസൺ ഗുപ്ത, S ഫോർ സോണിയാഗാന്ധി. ഓക്കെ, അപ്പോൾ അസിൻസ് എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ INCയുടെ വനിതാ പ്രസിഡന്റുമാർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോണിയ ഗാന്ധിയാണ്. അപ്പോൾ ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധി. ഏറ്റവും പ്രായം കൂടിയ വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലെ INCയുടെ വിദേശി പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ആനി ബസന്റ് എന്നുള്ളത് ഓർക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശ വനിത, അതും ആര് തന്നെയാ? ആനി ബസന്റ്. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെച്ചോ. ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോണിയാഗാന്ധിയാണ്. ഏറ്റവും പ്രായം കൂടിയ വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റ്. ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് 1917 സമ്മേളനം. നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശി വനിത ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ആനി ബസന്റ് എന്നുള്ളത് ഓർക്കുക. അസിൻസ് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റുമാരെ ഓർത്തിരിക്കാനുള്ള കോഡ്. അസിൻസ്. A ഫോർ ആനി ബസന്റ്, S ഫോർ സരോജിനി നായിഡു, I ഫോർ ഇന്ദിരാഗാന്ധി, N ഫോർ നെല്ലിസൺ ഗുപ്ത, S ഫോർ ആരാണ്? സോണിയാഗാന്ധി. അപ്പോൾ 5 പേരും പഠിച്ചു. ASINS, അസിൻസ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി കോൺഗ്രസ് രൂപീകരണ സമയത്തെ പ്രമുഖർ. ഇത് എപ്പോഴും PSCക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ PSC ഒരു ചോദ്യമെങ്കിലും ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആരാണ്? ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. വൈസ്രോയി ചോദിച്ചു കഴിഞ്ഞാൽ ഡഫറിൻ പ്രഭു. ആരായിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്ടോറിയ രാജ്ഞി എന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാലിസ്ബറി പ്രഭു ആണ്. സാലിസ്ബറി പ്രഭു ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സാലിസ്ബറി പ്രഭു. ബോംബെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോർഡ് റേ ആണ്. ബോംബെ ഗവർണർ എന്ന് പറയുന്നത് ലോർഡ് റേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാം. അതിനുശേഷം നമുക്ക് INCയുടെ പ്രധാനപ്പെട്ട 12 വിശേഷണങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പോയിന്റ്സ് ആണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ആരാണ് ഈ പുസ്തകം എഴുതിയത്?
പട്ടാഭി സീതാരാമയ്യരുടെ ബുക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന പേരിലാണ്. ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് INC എന്ന് വിശേഷിപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യാണ്. ഈ ബുക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബുക്ക്, ഈ ബുക്കിന് അവതാരിക അല്ലെങ്കിൽ ആമുഖം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. WC ബാനർജി നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം ആദ്യത്തെ സമ്മേളനത്തിൽ പറഞ്ഞ പ്രസംഗത്തിൽ ഒരു വാചകമുണ്ട്. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വച്ചോ. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് WC ബാനർജിയാണ്. ഓക്കെ, WC ബാനർജി ആദ്യ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞതാണ് WC ബാനർജി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞു INCയുടെ വനിതാ പ്രസിഡന്റുമാർ പഠിക്കാനുള്ള കോഡ് അസിൻസ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധി. ഏറ്റവും പ്രായം കൂടിയ വനിതാ കോൺഗ്രസ് പ്രസിഡന്റാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വിദേശി വനിത ആരാന്ന് ചോദിച്ചാൽ അതും ആനി ബസന്റ് ആണ്. കോൺഗ്രസ് രൂപീകരണ സമയത്തെ പ്രമുഖരാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അത് ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാൻഡോൾഫ് ചർച്ചിലാണ്. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭു. ബോംബെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോർഡ് റേ ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് INCയുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ആദ്യം, ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ്, ആദ്യത്തെ ജനറൽ സെക്രട്ടറി, ഇതെല്ലാം സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള അലൻ ഒക്ടോവിയൽ ഹ്യൂം തന്നെയാണ്. അതേപോലെ തന്നെ INCയിൽ ഇഷ്ടം പോലെ എന്ത് വന്നിട്ടുണ്ട്, വിദേശീയരായിട്ടുള്ള പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. 7ഓളം വിദേശീയ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറച്ച് സമ്പന്ന വിഭാഗക്കാരുടെ മാത്രം സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ചു. അത് ജവഹർലാൽ നെഹ്റു ആണ്. ഒത്തിരി തവണ നിലവിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഉറപ്പായും പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, അങ്ങനെ പറഞ്ഞത് ഡഫറിൻ പ്രഭു ആണ്. അതായത് നമുക്കറിയാം, മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കി കാണുന്നത്. അപ്പോൾ അതേപോലെ എന്താണ്, നിലവിൽ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ സംഘടനയൊന്നുമല്ല, വളരെ ചെറിയ ഒരു സംഘടനയാണ്. അതിനെ നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്താൽ മതി. വെറുതെ അതിനെ എന്ത് ചെയ്യണ്ട, നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒന്നും ആവണ്ട. അത് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണ്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു സംഘടനയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല ഈ സംഘടന ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് എന്നാണ് ഡഫറിൻ പ്രഭു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയുന്നത്. അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു സംഘടന മാത്രമാണ്. ഇതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അടുത്തത്, കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം. കഴ്സൺ പ്രഭു ആണ് അങ്ങനെ പറഞ്ഞത്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ സമാധാനപരമായിട്ടുള്ള, അതായത് പ്രക്ഷോഭങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടു കൂടി എന്ത് ചെയ്യണം, ഈ ഒരു സംഘടനയെ അവസാനിപ്പിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത്, 3 ദിവസത്തെ തമാശ എന്ന് INCയുടെ സമ്മേളനത്തെ വിശേഷിപ്പിച്ചത് അശ്വിൻ കുമാർ ദത്ത എന്ന് പറയുന്ന AK ദത്തയാണ്. 3 ദിവസത്തെ തമാശ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 ദിവസമാണ്. അമരാവതി സമ്മേളനത്തിന്റെ കാലാവധിയും 3 ദിവസമായിരുന്നു. നടന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1897 അമരാവതി സമ്മേളനം.
സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്നും PSCക്ക് പ്രിയപ്പെട്ടതാണ്. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധി അരാജകത്വം എന്ന് പറയുന്ന കൃതി എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. അതേപോലെ തന്നെ പാലക്കാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം പാലക്കാട് ഉള്ളത് കൊണ്ടാണെന്നുള്ളതും മനസ്സിലാക്കുക. അടുത്തത് യാചകരുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നും എന്താണ്? ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആളുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ സമത്വം വേണം എന്നുള്ളത് യാചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന സംഘടന വെറും യാചകരുടെ സംഘടനയാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് അരബിന്ദ ഘോഷാണ് എന്നുള്ളത് മനസ്സിലാക്കുക. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. എല്ലാ വർഷവും INCയുടെ മീറ്റിംഗ് നടക്കും. ഈ മീറ്റിങ്ങിലെല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സമത്വം, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആളുകൾക്ക് നീതി. അപ്പോൾ ഇത് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ബാലഗംഗാധര തിലക് വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് INCയെ വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇത് വെറും അവധിക്കാല വിനോദ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ വർഷത്തിലൊരിക്കലാണ് കൂടുന്നുള്ളൂ. ഇതൊക്കെ എന്താണ്? വെറും അവധിക്കാലത്തെ വിനോദ പരിപാടി മാത്രമാണ് INCയുടെ മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. അടുത്തത് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ബിപിൻ ചന്ദ്രപാലാണ്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാൽ. നമ്മൾ പറഞ്ഞു നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യാണ്. അദ്ദേഹമാണ് INCയുടെ INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത്. അപ്പൊ അതൊക്കെ ആരാ? പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹം തന്നെ പറയുകയാണ് INC എന്ന് പറയുന്നത് നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണെന്നുള്ളത്. ഓക്കെ, ഇനി പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ട സംഘടന. അങ്ങനെ പറഞ്ഞത് ഒരേ ഒരാളാണ്: INCയുടെ സ്ഥാപകൻ, INCയുടെ പിതാവ്, INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അങ്ങനെയുള്ള നമ്മുടെ ആരാണ്? ഏവോ ഹ്യൂം മാത്രമാണ് പറഞ്ഞത് INC എന്ന് പറയുന്നത് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് എന്നുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാല ലജ്പത് റായി ആണ്. നമുക്കറിയാം പഞ്ചാബ് സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാല ലജ്പത് റായി ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാല ലജ്പത് റായി ആണ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് വിശേഷിപ്പിച്ചത് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന്. എന്തിനെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ 12 വിശേഷണങ്ങളും മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ വരുന്ന എക്സാമുകളിൽ ചോദിക്കാം. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം: ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചു ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡഫറിൻ പ്രഭു ആണെന്നുള്ളത് ഓർക്കുക. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് AK ദത്ത, അശ്വിൻ കുമാർ ദത്തയാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് AK ദത്ത ഇങ്ങനെ വിശേഷിപ്പിച്ചത്. യാചകരുടെ സംഘടന എന്ന് അരബിന്ദ ഘോഷും വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലക്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിപിൻ ചന്ദ്രപാലാണ്. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് എന്ന് പറഞ്ഞത് അലൻ ഒക്ടോവിയൽ ഹ്യൂം. INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, സ്ഥാപകൻ, പിതാവ്, സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തി അലൻ ഒക്ടോവിയൽ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലാല ലജ്പത് റായി ആണ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറിയാണ് INC എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാന്നുള്ളത് കൂടി മക്കളെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് INCയിലെ മലയാളി സാന്നിധ്യം ഒന്ന് നോക്കാം.
PSCക്ക് എന്നും പ്രിയപ്പെട്ടതാണ്, നമുക്കെപ്പോഴും കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ഫാക്റ്റാണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പോൾ ബാരിസ്റ്റർ GP പിള്ളയാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പോൾ എപ്പോഴും കൺഫ്യൂസിങ് ആണ്. മലയാളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ INCയുമായി ബന്ധപ്പെട്ട് ചാടിക്കേറി നമ്മൾ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്തും. അപ്പോൾ ആദ്യം പങ്കെടുത്ത മലയാളി എന്നുള്ളതൊന്നും വായിക്കാനുള്ള ആ ഒരു മനസ്സൊന്നും വരത്തില്ല. കാരണം എന്താ, നിലവിൽ INC മലയാളി ഇത്രയും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചാടിക്കേറി ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരിലേക്ക് പോകും. അപ്പോൾ മക്കളെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ചോദ്യം വായിച്ചിട്ട് വേണം, മുഴുവനായി വായിച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. അപ്പോൾ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യം മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരിസ്റ്റർ GP പിള്ളയും, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായ സമ്മേളനം 1897 അമരാവതി സമ്മേളനം മഹാരാഷ്ട്ര ആണെന്നുള്ളത് കൂടി ഓർക്കുക. 1923 കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് TK മാധവനാണ്. TK മാധവൻ. 1923 കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച മലയാളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TK മാധവനാണ്. 1923 കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ആര്? മലയാളി TK മാധവൻ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 54 സമ്മേളനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 54 സമ്മേളനങ്ങളാണ്. ഒരു സമ്മേളനത്തിന്റെ കാലാവധി എത്ര ദിവസമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ദിവസമാണ് ഒരു സമ്മേളനത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ 54ഉം ഒരു സമ്മേളനത്തിന്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ദിവസമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ സമ്മേളനങ്ങളും നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ സമ്മേളനങ്ങൾ ഏതാണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ അകത്തെ അധ്യക്ഷൻ ആരാണെന്നുള്ളതുമാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. വർഷം ഇങ്ങനെയാണ്: 1885 ആദ്യ സമ്മേളനം. നമുക്കറിയാം ബോംബെയിൽ വച്ചാണ് ആദ്യ സമ്മേളനം നടന്നത്. അധ്യക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ WC ബാനർജിയാണ് ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, INCയുടെ ആദ്യ സമ്മേളനം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പങ്കെടുത്ത അംഗങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, 72 പേര്. ആദ്യത്തെ സെക്രട്ടറി നമുക്കറിയാം അലൻ ഒക്ടോവിയൽ ഹ്യൂമാണ്. അന്ന് അവതരിപ്പിച്ച പ്രമേയങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ 9 പ്രമേയങ്ങളാണ്. ആ പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യരാണ്. ആരാണ്? G സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, അപ്പോൾ 1885 ബോംബെ സമ്മേളനമാണ്. അധ്യക്ഷൻ WC ബാനർജിയാണ്. 72 പേര് പങ്കെടുത്തു. സെക്രട്ടറി എവോ ഹ്യൂം. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ. എത്ര പ്രമേയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. 2 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885ലും 1892ലുമാണ് INC പ്രസിഡന്റായിട്ട് ആര് വന്നത്? WC ബാനർജി വന്നതെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 85 ബോംബെ, WC ബാനർജി, 72 പേർ പങ്കെടുത്തു. G സുബ്രഹ്മണ്യ അയ്യർ 9 പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ എവോ ഹ്യൂമാണ്. എന്താണ് WC ബാനർജിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി. അടുത്തത് 86 കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. ദാദാഭായ് നവറോജി, നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. INC പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി വംശജൻ. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. INC പ്രസിഡന്റായിട്ടുള്ള ആദ്യത്തെ പാഴ്സി വംശജൻ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തി നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് INCക്ക് ആ പേര് നിർദ്ദേശിക്കാനായിട്ട് ആര് ചുമതലപ്പെടുത്തിയത്? ഈ പറയുന്ന ദാദാഭായ് നവറോജിയെ ചുമതലപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ INCയുടെ ഏറ്റവും പ്രായം ചെന്ന
പ്രസിഡന്റ് ആരാ ചോദിച്ചാൽ ദാദാബായ് നവറോജി. INCക്ക് ആ പേര് നിർദ്ദേശിച്ചു INC പ്രസിഡന്റായ പാഴ്സി വംശജൻ. 3 തവണയാണ് INC പ്രസിഡന്റ് ആരായത്? ദാദാബായ് നവറോജി ആയത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 86 കൊൽക്കത്ത, ദാദാബായ് നവറോജി, 3 തവണ പ്രസിഡന്റായ വ്യക്തി, ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പാഴ്സി വംശജനായിരുന്നു ദാദാബായ് നവറോജി. 87 മദ്രാസ് ആണ്. ബദ്രുദ്ദീൻ തിയാബ്ജി, INC പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിമാണ് ബദ്രുദ്ദീൻ തിയാബ്ജി. ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ സമ്മേളനം പങ്കെടുത്ത അംഗങ്ങൾ 607 പേരാണ് പങ്കെടുത്ത അംഗങ്ങൾ. അപ്പോൾ 87 മദ്രാസ് ആണ്. ബദ്രുദ്ദീൻ തിയാബ്ജി ആണ്. INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ്. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമാണ്. പങ്കെടുത്ത അംഗങ്ങൾ 607. 88 അലഹബാദ്, ഉത്തർപ്രദേശാണ്. ജോർജ് യൂൾ, INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശി. ഇത് ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. INC പ്രസിഡന്റായ ആദ്യ വിദേശി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് ജോർജ് യൂൾ ആണ്. ഒത്തിരി തവണ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. INC പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോർജ് യൂൾ ആണ്. അതേപോലെ തന്നെ PSC ചോദിച്ചതാണ് അലഹബാദ്, അതായത് അലഹബാദ് വച്ച് നടന്ന INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാന്നുള്ളതും നിലവിൽ PSC ചോദിച്ചതാണ്. അതും ജോർജ് യൂൾ ആണ്. അതേപോലെ നമുക്ക് പഠിക്കാം 1889 ബോംബെ, മഹാരാഷ്ട്ര, വില്യം വെഡർബൻ, INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി. INC പ്രസിഡന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൻ. നമ്മൾ പറഞ്ഞു INCയുടെ പിന്നിലുള്ള പ്രമുഖമായ സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തമായിട്ടുള്ള സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വില്യം വെഡർബൻ ആണെന്നുള്ളത്. അതായത് PSC ഉത്തര സൂചിക പ്രകാരം ലാലാ ലജപത് റായ് ആണ്. അദ്ദേഹം ആൻസറിൽ ഇല്ലെങ്കിൽ ഏതിലേക്ക് പോവുക? വില്യം വെഡർബനിലേക്ക് പോവുക. INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൻ. അടുത്തത് 1890 കൊൽക്കത്തയാണ്. ഫിറോസ് ഷാ മേത്ത. INCയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? ഫിറോസ് ഷാ മേത്ത. അടുത്തത് 1891 നാഗ്പൂർ, മഹാരാഷ്ട്ര. P അനന്തചാർലു ആണ് ഇതിൻ്റെ അകത്ത് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ, INC പ്രസിഡന്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യനാണ് ആരെന്ന് പറയുന്നത്? P അനന്തചാർലു. നാഷണൽ എന്ന പദം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അപ്പോൾ നാഷണൽ എന്ന പദം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർത്തത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1891 നാഗ്പൂരാണ്. P അനന്തചാർലു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. 1894 മദ്രാസ്, ആൽഫ്രഡ് വെബ് ആണ് INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി. അപ്പോൾ ആദ്യം ജോർജ് യൂൾ ആണ്, രണ്ടാമത് വില്യം വെഡർബൻ ആണ്, മൂന്നാമത് ആൽഫ്രഡ് വെബ് ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഒന്നുകൂടെ പറയാം, ജോർജ് യൂൾ ആണ് ഒന്നാമത്തെ പ്രസിഡന്റ്, രണ്ടാമത്തെ പ്രസിഡന്റ് വില്യം വെഡർബൻ, മൂന്നാമത്തെ INCയുടെ വിദേശിയായിട്ടുള്ള പ്രസിഡന്റ് ആണ് ആൽഫ്രഡ് വെബ്. ഓക്കെ, അടുത്തത് 1896 മോസ്റ്റ്ലി റിപ്പീറ്റഡ്. മക്കളെ എഴുതി വെച്ച് പഠിച്ചോ, ഒരു നഷ്ടവും ഇല്ല. കാരണം PSC ഏറ്റവും കൂടുതൽ INCയുമായി ബന്ധപ്പെട്ട് ഒരു ബേസ് ലെവൽ ചോദ്യമായിട്ട് ചോദിച്ചേക്കണ ചോദ്യമാണിത്. അപ്പോൾ ഈ ഒരു സമ്മേളനം ഉറപ്പായിട്ടും പുതിയ ഉദ്യോഗാർത്ഥികൾ കേൾക്കുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോ മക്കളെ, ഒരു നഷ്ടവുമില്ല. 1896 കൊൽക്കത്ത സമ്മേളനം. റഹ്മത്തുള്ള സായിനി ആയിരുന്നു അധ്യക്ഷൻ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 1896 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ, അപ്പോൾ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1896 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആലപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഹ്മത്തുള്ള സായിനിയാണ്. എവിടെ വെച്ചാണ് നടന്നത്? കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. വർഷം 1896. ശ്രദ്ധിക്കുക, 1896 കൊൽക്കത്ത, റഹ്മത്തുള്ള സായിനി, വന്ദേ മാതരം ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ആലപിച്ചത് ടാഗോർ. 5 പോയിന്റ്സും എഴുതി വെച്ചു പഠിച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1896 കൊൽക്കത്ത, റഹ്മത്തുള്ള സായിനി, വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. വന്ദേ മാതരം ആലപിച്ചത് ടാഗോർ ആണെന്നുള്ളത് കൂടി ഓർക്കുക.
1897. ഇനി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യകതയില്ല, കാരണം നമ്മൾ എപ്പോഴും INC-യുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുമുള്ളത് ആയിട്ടുള്ള പോയിന്റാണ്. അമരാവതി മഹാരാഷ്ട്ര, ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായ ആദ്യ മലയാളി. പാലക്കാടുകാരനായിട്ടുള്ള വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ, INC പ്രസിഡന്റായ ആദ്യ മലയാളി. അടുത്തത് 1899 ലക്നൗ ആണ്. രമേശ് ചന്ദ്ര ദത്താണ്. രമേശ് ചന്ദ്ര ദത്ത് INC-ക്ക് ഭരണഘടന രൂപീകരണം വേണമെന്ന അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം 1899. 1901 കൊൽക്കത്ത ദിൻഷാ ഇ വാച്ച. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ 1901 കൊൽക്കത്ത സമ്മേളനത്തിനാണ് ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം. അന്ന് ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിൻഷാ ഇ വാച്ച. 1901 കൊൽക്കത്ത ദിൻഷാ ഇ വാച്ച ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം. 1904 ബോംബെ ആണ്. ഹെൻറി കോട്ടൺ INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി. അപ്പോൾ ഹെൻറി കോട്ടൺ ആണ് ഏതെന്ന് പറയുന്നത് നാലാമത്തെ INC പ്രസിഡന്റായ വിദേശിയാണ് ഹെൻറി കോട്ടൺ. അപ്പോൾ ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോർജ് യൂള്. രണ്ടാമതാണ് ആരെന്ന് പറയുന്നത് വില്യം വെഡറബൻ. മൂന്നാമതാണ് ആൽഫ്രഡ് വെബ്. നാലാമതാണ് ഹെൻറി കോട്ടൺ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. 1905 ബനാറസ് ഉത്തർപ്രദേശാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം. അപ്പോൾ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബനാറസ് സമ്മേളനമാണ്. ഉത്തർപ്രദേശിൽ നടന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആണ് ഇദ്ദേഹം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തതാണ് 1906 കൽക്കത്ത സമ്മേളനം. ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം. അപ്പോൾ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം 1906. ആരായിരുന്നു അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജിയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. സ്വരാജ് അത് കൊൽക്കത്ത സമ്മേളനമാണ്. ആരായിരുന്നു അധ്യക്ഷൻ? ദാദാഭായ് നവറോജി. 1907 സൂററ്റ് സമ്മേളനം ഗുജറാത്തിലാണ് നടക്കുന്നത്. റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജനം, മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞത് 1907 സൂററ്റ് സമ്മേളനത്തിലാണ് ഗുജറാത്തിലെ. റാഷ് ബിഹാരി ഘോഷ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാനുണ്ട് INA-യുമായി ബന്ധപ്പെട്ട് റാഷ് ബിഹാരി ബോസ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1908 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മദ്രാസ് സമ്മേളനത്തിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഭരണഘടന രൂപീകരിച്ച സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് റാഷ് ബിഹാരി ഘോഷ്. അതേപോലെ തന്നെ INC-ക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആനന്ദ മോഹൻ ബോസ് ആണ്. 1909 ലാഹോർ. മദൻ മോഹൻ മാളവ്യ. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ്. അടുത്തത് 1911 വെരി വെരി ഇമ്പോർട്ടൻ്റ്. പഠിച്ചു വച്ചോ, 5 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. 1911 കൊൽക്കത്ത സമ്മേളനം. BN ദർ. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്ത സമ്മേളനമാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം കൊൽക്കത്ത സമ്മേളനം. ആലപിച്ചത് സരളാദേവി ചൗധറാണി. ആരാണ്? സരളാദേവി ചൗധറാണി. സരളാദേവി ചൗധറാണി. 1912 ബങ്കിപ്പൂർ. BN മധോൽക്കർ ആണ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം. അപ്പോൾ 1901 ഗാന്ധിജി പങ്കെടുത്തു. 1912 ബങ്കിപ്പൂരിൽ RN മധോൽക്കർ അധ്യക്ഷനായപ്പോൾ ജവഹർലാൽ നെഹ്റു പങ്കെടുത്തു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. 1916 ലക്നൗ ഉത്തർപ്രദേശ്. AC മജുംദാർ. മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. INC-യും മുസ്ലിം ലീഗും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു. അപ്പോൾ ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനം. AC മജുംദർ ആയിരുന്നു അധ്യക്ഷൻ. 17 കൊൽക്കത്ത ആനി ബസന്റ്. INC-യുടെ വനിതാ പ്രസിഡന്റ് ആദ്യത്തെ ആനി ബസന്റ് ആണ്. വിദേശിയായിട്ടുള്ള വനിത ആരാന്ന് ചോദിച്ചാൽ ആനി ബസന്റ്. ഏറ്റവും പ്രായം കൂടിയ INC വനിതാ പ്രസിഡന്റും ആനി ബസന്റ്. 1919 അമൃതസർ. മോത്തിലാൽ നെഹ്റു ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിക്കപ്പെട്ടു. 20 കൊൽക്കത്ത പ്രത്യേക സമ്മേളനമാണ്. ലാലാ ലജപത് റായ് ആയിരുന്നു അധ്യക്ഷൻ. ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചു. 1920 നാഗ്പൂർ. വിജയരാഘവാചാര്യ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കിയത് 1920 നാഗ്പൂർ സമ്മേളനത്തിനാണ്. ഓക്കെ, ഇനി അടുത്തത് 1921 അഹമ്മദാബാദ് ഗുജറാത്ത്. CR ഹരിദാസും ഹക്കീം അജ്മൽ ഖാനുമാണ്.
സി ആർ ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റായി. അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന അഹമ്മദാബാദ് സമ്മേളനം. 22 ഗയ സി ആർ ദാസ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INCയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് 23 ഇമ്പോർട്ടൻ്റ് ആണ്. കാക്കിനട മൗലാന മുഹമ്മദ് അലി TK മാധൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഇത് PSC ഒത്തിരി തവണ ചോദിച്ചതാണ്. ഐത്തോച്ചാടന പ്രമേയം TK മാധവൻ അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ 1923 കാക്കിനട സമ്മേളനം. 24 ബെൽഗാം കർണാടകയാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം. 25 കാൺപൂർ സരോജിനി നായിഡു. നമുക്കറിയാം INCയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ്. INCയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദുസ്ഥാനിയായി തിരഞ്ഞെടുത്തു. അതേപോലെ തന്നെ INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇതാണ് 25 കാൺപൂർ സമ്മേളനം, സരോജിനി നായിഡു പ്രത്യേകത. 27 മദ്രാസ് MA അൻസാരി സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കപ്പെട്ടു. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു. 29 ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു. വെരി ഇമ്പോർട്ടൻ്റ്, പഠിച്ചോ, ഉറപ്പായും അടുത്തൊരു എക്സാമിന് ചോദിക്കാം. 1929 ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 29 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ 1929 ലാഹോർ ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ INC സമ്മേളനം. ഓക്കെ, ഇനി 33 കൽക്കട്ട നെല്ലിസൺ ഗുപ്ത. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വനിതയും മൂന്നാമത്തെ വനിതയും. നെല്ലിസൺ ഗുപ്തയുടെ യഥാർത്ഥ പേരാണ് എഡിത്ത് എല്ലൻ ഗ്രേ. ഓക്കെ, എഡിത്ത് എല്ലൻ ഗ്രേ. 34 ബോംബെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി. 35 ബോംബെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം. ഓക്കെ, അടുത്തത് 1948 ജയ്പൂർ പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയും പട്ടാഭി സീതാരാമയ്യയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ ജയ്പൂർ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ച കമ്മിറ്റിയാണ് JVP കമ്മിറ്റി എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി 1950 നാസിക് പുരുഷോത്തം ദാസ് ഡണ്ടൻ. ഇന്ത്യൻ റിപ്പബ്ലിക് ആയ ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം. 55 ആവടി UN ധേബാർ. 59 ഡൽഹി പ്രത്യേക സമ്മേളനമാണ്, വെരി ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഇടയ്ക്ക് 39 ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനം ചോദിച്ചാൽ മക്കളെ 1938 ഹരിപുര സമ്മേളനമാണ്. ഈ ഹരിപുര സമ്മേളനത്തിൻ്റെ അകത്ത് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ സമ്മേളനം. അതേപോലെ തന്നെ 39 ത്രിപുരയാണ്. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനി ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആവുകയും ചെയ്തത് 1939 ത്രിപുരി സമ്മേളനമാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അവസാനം 2002 ഡൽഹി മല്ലികാർജുൻ ഖാർഗെയാണ്. 2022 തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരാണ്. 88ാമത്തെ INCയുടെ പ്രസിഡന്റാണ് മല്ലികാർജുൻ ഖാർഗെ. 24 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് കുടുംബത്തിൽ നിന്നല്ലാത്ത ഉള്ള ഒരു പ്രസിഡന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അതായത് ഗാന്ധി കുടുംബത്തിൽ. അടുത്തതാണ് കോൺഗ്രസ് പ്രസിഡന്റായ വനിതകൾ. ആനി ബസന്റ്, നമ്മൾ പറഞ്ഞു അസിൻസ് എന്ന് പറയുന്ന ഒരു കോഡ് അതിൻ്റെ അകത്ത് ഓർത്തു വെച്ചാൽ മതി. ആനി ബസന്റ് 1917, സരോജിനി നായിഡു 1925. ഓക്കെ, നെൽസൺ ഗുപ്ത 1933, ഇന്ദിരാഗാന്ധി 1959, സോണിയാഗാന്ധി 1998. അപ്പോൾ അസിൻസ് എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് വെച്ചാൽ കോൺഗ്രസ് പ്രസിഡന്റായ വനിതകൾ മൊത്തം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആനി ബസന്റ് എന്നാണ് 1917, സരോജിനി നായിഡു 1925, നെൽസൺ ഗുപ്ത 1933, ഇന്ദിരാഗാന്ധി 1959, സോണിയാഗാന്ധി 1998.
അടുത്തത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള വിദേശികളാണ്. ഓർത്തു വെച്ചോ, ജോർജ് യൂള് 1888, വില്യം വെഡർബൻ 1889, 1910, ആൽഫ്രഡ് വെബ് 1894, ഹെൻറി കോട്ടൺ 1904, ആനി ബസന്റ് 1917, നെല്ലിസൺ ഗുപ്ത 1933. അങ്ങനെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശികൾ നോക്കിക്കഴിഞ്ഞാൽ ജോർജ് യൂൾ 1, വില്യം വെഡർബൻ 2, 3 ആൽഫ്രഡ് വെബ്, 4 ഹെൻറി കോട്ടൺ, 5 ആനി ബസന്റ്, 6 നെല്ലിസൺ ഗുപ്ത. 6 കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശികളെയും ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നിലവിൽ പഠിച്ചതുമാണ്. ഓക്കെ, ഇനി കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ ഇവിടുത്തെ ആരൊക്കെയായിരുന്നു പ്രമുഖർ എന്നുള്ളതാണ്. അതായത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭുവാണ്, ഇന്ത്യയുടെ വൈസ്രോയി ഡഫ്രിൻ പ്രഭുവാണ്, സെക്രട്ടറി ഫോർ ഇന്ത്യ റാൻഡോൾഫ് ചർച്ചിലാണ്, ബോംബെ ഗവർണർ ലോർഡ് റേ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കാനായി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോ. മക്കളെ, നമ്മളിടുന്ന ഓരോ ക്ലാസ്സും, അതായത് ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നതല്ല. അപ്പോൾ ലൈവ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ലൈവായിട്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈവ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നേനെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന ക്ലാസ് ആണെങ്കിലും അതേപോലെ തന്നെ PDF നോട്ടാണെങ്കിലും ഓരോന്നും ഓരോ പ്രാവശ്യത്തേക്കും വേണ്ടിയിട്ട്, അതായത് കമ്പനി ബോർഡ് LGS, VFA, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ ഏറ്റവും പുതിയ നോട്ട്സാണ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങളും അത്രയും സിൻസിയറോട് കൂടി തന്നെ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ റിവിഷൻ ചെയ്തു പോകണം. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, അതിൻ്റെ അകത്തും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ പോയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം ഇടാതിരുന്ന മറ്റൊന്നും കൊണ്ടല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് അതിൻ്റെ അകത്തെ കറണ്ട് അഫയേഴ്സ് മാത്രം എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ കാണാനായിട്ട് ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് നാളെ മുതൽ തുടങ്ങാം. അത് ഈ ഒരു ക്ലാസ് ആണെങ്കിലും നിങ്ങൾ ആരും കാണുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സെറ്റാക്കിയുള്ള ഒരു നോട്ടും അതേപോലെ കറക്റ്റായിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കാണുക, അതേപോലെ തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.